തങ്കം സ്ക്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഈ കാണിച്ച പ്ലാന്റ്സ് എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ സെയിലിനുള്ളതാണ്. ചെറിയ വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ച് ബുഷിയായ തൈയും കുറച്ച് വിലയുള്ള തൈകളും ഇതിലുണ്ട്. അപ്പോൾ ചെടികൾ ഈ കാണിക്കുന്നതൊക്കെയാണ്. ഇതിൽ നല്ല വിലയുള്ള ചെടികളും ഉണ്ട്. ഈ വൈറ്റ് അതിൻ്റെ പേര് എനിക്കറിയില്ല. അതിനൊക്കെ നല്ല വില ഉണ്ട്. ഞാനൊക്കെ 350-400 കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിലിപ്പയ്ക്ക് 2-3 തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് സെയിൽ ചെയ്യാലോ വിചാരിച്ചിട്ട് 1-2 ഉണ്ട് കൊടുക്കാൻ മാറ്റി വെച്ച്. മദർ പ്ലാന്റ് ഉണ്ട്. ഇത് ഏകദേശം വലിയ പ്ലാന്റ് ആയിരിക്കും. ഇതിൻ്റെ ചെറുതാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് കൊടുക്കാനുള്ളത്. കലാത്തിയും കുറച്ച് അഗ്ലോണിമയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തൈകൾ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന് മുമ്പ് എനിക്ക് എല്ലാവരും തന്ന സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടത് നല്ലൊരു ബുഷിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കലാത്തികളും അഗ്ലോണിമകളും. ഇതിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാരോ ലീഫ് അഗ്ലോണിമയ്ക്ക്. അപ്പോൾ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടുകൾ പിന്നെയും ഞാൻ എടുത്ത് പറയണം. എനിക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈ വിലപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയാലേ പറ്റുള്ളൂ. എനിക്ക് ആരും ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നൊന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം. അതും കൂടി എനിക്ക് പറയാണ്ട്. ഇത്രയൊക്കെ വിലയ്ക്ക് ഞാൻ ആർക്കും ഞാൻ ചെടികൾ കണ്ടിട്ടില്ല യൂട്യൂബിൽ ഒരാളും കൊടുക്കണത്. അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താലും ചില ആളുകൾക്ക് വന്ന് ചോദിക്കാനും ഇത് കയറാനൊക്കെ ഭയങ്കര മടിയുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സെല്ലർമാരുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാണിച്ച് തന്ന പ്ലാന്റ്സും കൂടി ആവില്ല ചിലപ്പം തരുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല അഗ്ലോണിമേൻ്റെ തൈകളാണ്. പിന്നെ കലാത്തിയ ഒക്കെ ഞാൻ നല്ല വിലയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഞാൻ വില നോക്കിയിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെടികളൊക്കെ വയ്ക്കണം. ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ ആണ്. ശരി.